നമസ്കാരം. ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും തിരുവോണാശംസകൾ നേരുന്നു. ഓണനിലാവ് 2026 എന്ന പറഞ്ഞ പ്രോഗ്രാമിൽ ഇന്ന് രണ്ടാമത്തെ വിഭവം ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ പരിപ്പ് കൊണ്ട് പരിപ്പ് കറിയാണ്. അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വിഭവത്തിലേക്ക് കിടക്കാം. നമുക്ക് ചെറുപയർ പരിപ്പ് കറി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ നമ്മളൊരു വലിയ ഗ്ലാസ് ചെറുപയർ പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഒരു മുറി നാളികേരം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക്, കരിവേപ്പില, അതുപോലെ കടുക്, കൊല്ലമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഉലുവ, വെളിച്ചെണ്ണ, അതുപോലെ നമ്മുടെ കുറച്ച് നെയ്യ്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമ്മളൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ചെറുപയർ പരിപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് വറുത്തെടുക്കണം. നന്നായിട്ട് നമുക്ക് ഇളക്കാം. ഇളക്കിയിട്ട് നമുക്കൊരു ചെറിയൊരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കത് എടുത്ത് മാറ്റി വെച്ച് നമുക്കത് കഴുകി നമുക്ക് വേവിക്കാം. കുക്കറിലിട്ട് നമുക്ക് എന്തായാലും ഒരു ബ്രൗൺ കളറാവട്ടെ. അത് കുക്കർ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പരിപ്പും വെള്ളം കൂടി നമുക്ക് ഒഴിക്കാം. ഇനി നമുക്ക് അതിലേക്ക് 3-4 പച്ചമുളക് ഇടാം. നമുക്ക് അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി അത് രണ്ടും നമുക്ക് ആവശ്യത്തിനിടാം. നമുക്ക് വേണമെങ്കിൽ നമുക്ക് പിന്നെ ഉപ്പിടാം. നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 2-3 വിസിൽ അടിച്ച് കിട്ടുന്നവരെ വേവിക്കാം നന്നായിട്ട്. നമുക്കിനി ഒരു മിക്സിയുടെ ജാറിൽ നമുക്ക് ആ നാളികേരം നമുക്ക് അരച്ചെടുക്കാം പരിപ്പ് കറിക്ക് വേണ്ടിയിട്ട്. അത് നമ്മൾ ഒരു മുറി നാളികേരവും അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളക്, കരിവേപ്പില, ജീരകം എന്നിവ ആണ് നമ്മൾ ചേർക്കുന്നത്. അത് നമുക്ക് നല്ല വെണ്ണ പോലെ നമുക്ക് അരച്ചെടുത്തിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് എടുക്കാം. നമ്മളൊരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി പരിപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇളക്കിയിട്ട് അതിലേക്ക് നമുക്ക് അരച്ച് വെച്ച നമ്മുടെ അരപ്പ് നമുക്ക് ചേർക്കാം. നമുക്കിനിയും അതിലേക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ഇളക്കിയൊന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് കടുക് വറുത്തിടാം. ഇനി നമുക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇടാം. ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാതൊന്ന് എന്നിട്ടൊന്ന് തിളച്ച് വറ്റെ. ഇനി നമുക്ക് അമൂലിൻ്റെ പശു നെയ്യ് നമുക്ക് കുറച്ച് ഒഴിക്കാം. അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇളക്കാം. ഇളക്കിയിട്ട് നമുക്ക് കടുക് വറുക്കാം. നല്ലൊരു ടേസ്റ്റാണ് പരിപ്പ് കറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സദ്യക്കൊക്കെ നമുക്ക് ആദ്യം വിളമ്പുന്ന ഒരു വിഭവമാണ് പരിപ്പ്. അപ്പോൾ ഈ പരിപ്പ് കറി ഈ ഓണത്തിന് നല്ലൊരു വിഭവമാണിത്. നിങ്ങൾ ഒക്കെ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. അതിൻ്റെ മെസ്സേജൊക്കെ നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ പോസ്റ്റ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ആവശ്യത്തിന്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കടുകിടാം. ആവശ്യത്തിന് കടുകിടാം അതിലേക്ക്. ഇനി കടുക് നന്നായിട്ട് പൊട്ടട്ടെ. പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് വറ്റൽമുളകും കരിവേപ്പിലയൊക്കെ ഇടാം. നമ്മുടെ കടുകൊക്കെ പൊട്ടുണ്ട്. നമുക്കിനിയും അതിലേക്ക് വറ്റൽമുളകും അതുപോലെ കരിവേപ്പിലയും കൂടി നമുക്കിടാം. നമുക്ക് നന്നായിട്ട് മൂക്കട്ടെ. മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് പരിപ്പ് കറിയിലേക്ക് എടുത്തത് ആഡ് ചെയ്യാം. എന്നിട്ട് ഇളക്കാം. ഇനി നമുക്ക് പരിപ്പ് കറിയിലേക്ക് ആ കടുക് വറുത്തത് നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കാം നന്നായിട്ട്. നമ്മുടെ ചെറുപയർ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയും നമ്മുടെ ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും നമ്മുടെ മൂന്നാമത്തെ വിഭവത്തിലേക്ക് നമുക്ക് എടുക്കാം.
എല്ലാവർക്കും തിരുവോണാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ഏവർക്കും തിരുവോണാശംസകളോടെ